മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് ഒരു പതിവാക്കി മാറ്റിയ മുൻ എം.എൽ.എ. പി.സി. ജോർജിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലും കോടതി ചില പ്രത്യേക കാര്യങ്ങൾ പി.സി. ജോർജിന്റെ കാര്യത്തിൽ നിരീക്ഷണമായി നടത്തിയതിന്റെ പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിശക്തമായാണ് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തത്. പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് പി.സി. ജോർജ് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ 4 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും പി.സി. ജോർജിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുതെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതോടൊപ്പം ഹൈക്കോടതിയും ഒരു കാര്യം നിരീക്ഷിക്കുകയുണ്ടായി. ഹൈക്കോടതി മുൻപും മറ്റൊരു ബെഞ്ച് പി.സി. ജോർജിന് ഇത്തരത്തിലൊരു കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. അന്ന് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ ഇനി നടത്തരുത്, ആവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കോടതി നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ ഉത്തരവുകൾ ആവർത്തിച്ച് ലംഘിക്കുന്നയാളാണ് പി.സി. ജോർജ് എന്ന കാര്യം കോടതി പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 ഈ കേസ് പരിഗണിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഉറപ്പായ കാര്യമാണ് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യം ഉണ്ടാകില്ല എന്നത്. പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സംഘപരിവാറിൻ്റെ TV ചാനലിൽ നടത്തിയ ചർച്ചയിലാണ് പി.സി. ജോർജ് ഏറ്റവും ഹീനമായ ഭാഷയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. പി.സി. ജോർജ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ ഭീകരവാദികളല്ലാത്ത ഒരൊറ്റ മുസ്ലിം പോലും ജീവിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു വച്ചു പി.സി. ജോർജ്. അവതാരകൻ സംഘപരിവാർ മാധ്യമവും ആയതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനോ തടയാനോ തയ്യാറായില്ല. പക്ഷേ ഇത് വലിയ വിവാദമായി കത്തിപ്പടർന്നതോടെ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസാണ് ഇത്തവണ പി.സി. ജോർജിനെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്തായാലും ഇനി പി.സി. ജോർജ് അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നിരന്തരം പതിവാക്കിയ പി.സി. ജോർജിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭൂതകാലം അദ്ദേഹം തന്നെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് പി.സി. ജോർജ്. അവരുടെ സമ്മേളനങ്ങളിലടക്കം പങ്കെടുത്ത് അവർക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ച ഒരു ചരിത്രവുമുണ്ട് പി.സി. ജോർജിന്. അവരുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രവും പി.സി. ജോർജിനുണ്ട്. ആ പി.സി. ജോർജാണ് ഇന്ന് ബി.ജെ.പിയിൽ ചേർന്ന ശേഷം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ മാലിന്യമായി സ്വയം മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതോടെ ഇത്തരം കേസുകളിൽ കോടതികൾ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കൂടി മനസ്സിലാക്കാൻ.